പിന്നെ ഈക്വലൻസി ഒരു സംഭവമാണ്, ചർച്ചയായിട്ടുള്ള സബ്ജക്റ്റ് ആണ് അല്ലേ? നമ്മൾ അതിലേക്കൊന്ന് പോയാലോ? ഒരു എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആലോചിച്ച് തുടങ്ങുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ സജീവമായ ചില സാധനങ്ങൾ പൊങ്ങി വന്നു. ഒന്ന്, ഇന്ന് കണ്ടത് ആദ്യം പറയാം. തിരുവനന്തപുരം ഇഗ്നോ റീജിയണൽ ഓഫീസിൽ രാജ്ഭവൻ്റെ ഒരു ഉത്തരവ്, തമാശയും കളിയൊന്നല്ല, ഗവർണറുടെ ഉത്തരവ് ചാൻസലർ എന്ന നിലയിൽ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇഗ്നോവുമായി ബന്ധപ്പെട്ട കോഴ്സുകളുടെ ഈക്വലൻസി ആരും ചോദിച്ചു പോകരുത്. സമാനമായ ഒരു ഉത്തരവ് 23-ാം തീയതി, കഴിഞ്ഞ മാസം 23-ാം തീയതി കേരള ഹൈക്കോടതി കൊടുത്തു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി UGC റെക്കഗ്നൈസ്ഡ് ആണ്, കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചതാണ്. എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളാരും ഈക്വലൻസി ചോദിക്കരുത്. അതെനിക്കിഷ്ടമായി, അല്ലേ? തീർന്നിട്ടില്ല. ഇന്നലെ നമ്മൾ TV കണ്ടു, കേരള യൂണിവേഴ്സിറ്റിയിൽ BEd ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയായ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA സോഷ്യോളജി പൂർത്തീകരിച്ച ഒരു സഹോദരി അവിടെ പോയി ഈക്വലൻസിക്ക് 2000 രൂപ അടക്കാൻ പറഞ്ഞു. 2000 രൂപ അടച്ചു കഴിഞ്ഞിട്ട് ഇതുവരെ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അവർ തരില്ല എന്ന് പറയുന്നു, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിയാറായി. അവർക്ക് ഈ വർഷം BEdന് ചേരാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല. അതിന് ഉപോത്ബലകമായി വന്നത് ഒരു പ്രസ് റിലീസ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രസ്സിൽ നിന്ന്, അവരുടെ മീഡിയയിൽ നിന്ന് വന്ന ഒരു പ്രസ് റിലീസ് എന്ന് പറയാൻ പറ്റുമത്? അങ്ങനെ ശരിക്കും പറയേണ്ടത് എടോ, ഞങ്ങളൊന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിക്കണോ? അങ്ങനെ എനിക്ക് തോന്നിയത് നമ്മളാ ഒരു ട്രോൾ ഉണ്ടായിരുന്നില്ലേ, അല്ലെ, ഇലക്ഷൻ ജയിച്ച സമയത്ത് വന്ന ഇങ്ങനെയൊക്കെ ചെയ്യാവോ, നാളെ നമ്മൾ കാണണ്ടേ, ഞങ്ങളെ ഇങ്ങനെ തോപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കരച്ചിൽ സാധനം. ഞങ്ങളൊരു ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇന്ന് ആൾക്കാരൊക്കെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ ഇത്രയും വലിയ ആൾക്കാരായിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്താ ചെയ്യുക? എന്നിട്ട് അവിടെ ഒരു ഉറപ്പൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ 2 സാധനത്തിന് ഒരു ബലമുണ്ട്, ഗവർണർ ഉത്തരവിന് ഹൈക്കോടതി ഉത്തരവിനെല്ലാം ബലമുണ്ട്. ഇതങ്ങനെയൊന്നുമില്ല, അതൊരു കരച്ചിൽ മൂഡ് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അതില്ലേ, ആക്ച്വലി ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു തരം പ്രഹസനായിട്ടാണ് പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പണ്ടങ്ങാണ്ടോ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്, അതർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ആ കോഴ്സും ഈ കോഴ്സും തമ്മിൽ ഈക്വൽ ആണ് എന്ന് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇതേ വിഷയം തന്നെ എടുക്കാം. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ഇവിടെ ചേരണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടുന്ന് ഇപ്പൊ BEdന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം പറഞ്ഞത്. അപ്പൊ BEdന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിലെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് BEdന് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു റൂൾ ഉണ്ടാവുമല്ലോ. ഡിഗ്രിയാണ്, എനി ഡിഗ്രിയാണ്, UGC റെക്കഗ്നൈസ് ചെയ്ത് എനി ഡിഗ്രി എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഡിഗ്രി എന്ന് പറയുന്നത് അപ്പൊ ഒറിജിനൽ എന്ന് പറയാറില്ല, പാല് വേണം, പാലാണ് അത് ഡിഗ്രി, ഒറിജിനൽ പാല് വേണം എന്നുള്ളത് പറയണമെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോഴ്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈക്വലന്റ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുക്കണം പോയിട്ട്. എന്തിന് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തിനെന്നുള്ള വെച്ചാൽ, ഞങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെടുത്തുനിന്ന് ഈ കോഴ്സ് ഈക്വൽ ആണ് എന്നുള്ളത് എടുത്തിരിക്കണം. ഇത് യൂണിവേഴ്സിറ്റിയുടെ റൂളാണ്. പക്ഷെ അതിന്റെ ഒരു തമാശ കൂടി ഉണ്ട്. ഇത് ഒരാൾ എടുത്താൽ പോരാ, എല്ലാവരും എടുക്കണം. യൂണിവേഴ്സിറ്റി എടുത്താൽ പോരാ, ഓരോരുത്തരും 2000 രൂപ കൊടുക്കണം. പോയിട്ട് എടുക്കണം. ഞാൻ പഠിച്ചത് ഈ പഠിച്ച കോളേജിൽ ഈ യൂണിവേഴ്സിറ്റി, നിങ്ങൾ അതിന്റെ ഒരു ഇല്ലോജിക്കൽ ആസ്പെക്ട്. ശരിയാണ്, എത്ര കുട്ടികൾക്ക് ഇത് പ്രഹസനാണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു സാമ്പത്തിക പരം, 1000 കുട്ടികൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു വരുമാനം. ഈ ആളുകളോട് എന്താ പറയേണ്ടത്? ഞങ്ങൾ ഈക്വലന്റ് ആവണേ 2000 രൂപ അടക്കണം. അതല്ലാത്തതിൽ വേറൊന്നും ഇല്ല, വേറൊരു മെസ്സേജും ഇല്ല അതിനകത്ത്. അതിനകത്ത് വേറെ ഒരു ആവശ്യമില്ലാത്തൊരു പ്രൊസീജിയറും ആവശ്യമില്ലാത്തൊരു പേയ്മെന്റും ഒന്നും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് വെക്കുന്ന, കേരള യൂണിവേഴ്സിറ്റി മാത്രമൊന്നുമല്ല, അല്ല കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഈ പ്രശ്നമുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചൊരു കേസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക്, PG കഴിഞ്ഞ ഒരാൾക്ക്
പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റിയിട്ടില്ല. IR ആണ്, ഇന്റർനാഷണൽ റിലേഷൻ. കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഫോം ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG പൂർത്തീകരിച്ച ഒരാള് സോഷ്യൽ സയൻസിന്റെ BEd ചേരാൻ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പഠനം ഒരു പഠനമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ആരംഗീകരിച്ചിട്ടില്ല? കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെയും കിണറ്റിലെ തവളകളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാല് കിണറെന്ന് പറഞ്ഞാൽ ചിരട്ടക്കുള്ളിലെ തവള അല്ല അത് പിന്നെ എന്താണ്, ചിലപ്പോൾ ഇതൊരു എന്താണ് കുട്ടികളേറെ പ്രയാസം. യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുകയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു എന്താ പറയാ, ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ ഒരു കുബ്സാക്കി മാറ്റേണ്ടുന്ന ആവശ്യമില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭീകരമായിട്ടാണ് പല കുട്ടികളും പിന്നെ എന്താക്കുന്നുള്ളത്, ഇതിനെ സമീപിക്കുന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഹയർ സ്റ്റഡീസിന് ഇപ്പൊ ഇഗ്നോന്റെ വിഷയം തന്നെ ബന്ധപ്പെട്ടപ്പോ ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈക്വലൻസി സർട്ടിഫിക്കറ്റും ഉണ്ട്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇങ്ങനെ രണ്ട് സാധനമുണ്ട്, അത് നമ്മളറിയണം. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഞങ്ങളുടെ കോഴ്സിന് സമാനമാണ്, ഇന്ന കോഴ്സും സമാനമാണ് എന്ന രീതിയിലാണ്. ഉദാഹരണത്തിന് ഇപ്പൊ BA സൈക്കോളജി കോഴ്സ് എടുക്കുന്നു, ഇഗ്നയിലെ BA സൈക്കോളജിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ BSc സൈക്കോളജിയും സമാനമാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. നേരത്തെ പോലെ എന്തുകൊണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതവിടെ മാറ്റി വെച്ചാൽ കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, നമ്മളോട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പർ ആയിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈക്വലൻസിക്കല്ല നിങ്ങൾ എലിജിബിലിറ്റിക്ക് കൊടുത്തു നോക്കുന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ എലിജിബിലിറ്റിയെ കുറിച്ചിട്ട് തേടി പോകുന്നത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് കൊടുത്തു എന്ന് വെച്ചാൽ ഈ കോഴ്സ് സമാനമാണ് എന്നതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, പകരം അതിലുണ്ടാവുക ഇതിന്റെ തുടർ പഠനത്തിന് ഈ കോഴ്സ് ഓക്കെയാണ് എന്നാണ് അതിനകത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഈ സാധനം സമാനമായിട്ട് എന്ത് ചെയ്യാൻ മരുന്നിലോട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ അടുത്തേക്ക് അത് എത്തൂല, എന്തൊരു ധാർഷ്ട്യ മനോഭാവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ വേറൊരു റാങ്കിങ് പറയാം. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 100 യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ വരുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ യൂണിവേഴ്സിറ്റിയാണ്, തീർച്ചയായിട്ടും കുസാറ്റ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അത് 95 ശരിയാണ്. പിന്നെ അപ്പൊ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ, ഈ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തപ്പോ അത് കിട്ടി. ഈക്വലൻസി കൊടുത്തപ്പോ കിട്ടിയില്ല, എലിജിബിലിറ്റി കൊടുത്തപ്പോ കിട്ടി. പർപ്പസ് സെയിം. എന്നിട്ട് എന്താ വെച്ചാൽ ഇയാൾ ഹയർ സ്റ്റഡീസിന് പോയി. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് യൂണിവേഴ്സിറ്റികൾ? അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫർദർ സ്റ്റഡിയുടെ ആവശ്യമാണ്. ഇനി വേറൊന്നുണ്ട്, ഇപ്പൊ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ സാധാരണ പ്രയോഗിക്കാറില്ലേ, എന്താണ് പറയുന്നത്, മതില് ചാടി ജയിച്ചവനല്ല എന്നൊക്കെ പറയുന്നത്, ഓട് പൊളിച്ച് വന്നവനല്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ലേ. ഒരു വൃത്തിക്ക് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് പാസ്സാവുന്നതാണ്. അതിന് ഇതേ കേരളത്തിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി എന്തിനാണ് നീ ഇതിന് എലിജിബിൾ അല്ല എന്ന് പറയണം? രണ്ടുപേർക്കും ശമ്പളം കൊടുക്കുന്നത് ഒരേ ടീമാണ്, ഒരേ ചട്ടിയിൽ നിന്ന് ചോറ് സെയിം ആണ്. അതെ അതെ അതെ. അപ്പൊ ഇതില് ഇപ്പൊ പ്രധാനമായിട്ടും ഇഷ്യൂസ് പലയിടത്തും വരാറുള്ളത് അതർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന തടസ്സം. ഇത് ശരിക്കും വിദ്യാർത്ഥികൾ ശരിക്കും അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ്. നമുക്ക് സമൂഹത്തോട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ പരിപാടി നിർത്തണം എന്നുള്ളത്. അത് വളരെ ഒച്ചത്തിൽ പറയേണ്ട ഒരു കാര്യം, ഒച്ചത്തിൽ പറയേണ്ടുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ ഡിഗ്രിക്ക് നിങ്ങളുടെ ഒരാളുടെ ഡിഗ്രി ഒക്കൂല, സമ്മതിച്ചു, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഭയങ്കര സംഭവം ഡിഗ്രിയാണ്. പക്ഷെ അതുകൊണ്ടാണ് 40% അല്ലെങ്കിൽ 50% സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നത്. കറക്റ്റ്, അത് വേറെ ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ വാശി പിടിക്കണ കണ്ടാൽ തോന്നുന്നു ഇവിടെ ആളുടെ തിരക്ക് കൂടിയിട്ടാണെന്ന്. തിരക്ക് കൂടിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സീറ്റുകൾ ഒഴിവുണ്ട്. തീർച്ചയായിട്ടും ഡിഗ്രിക്കും PGക്കും 40%, 30% അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. എല്ലാത്തിലും സീറ്റ് ഒഴിവുണ്ട്. ഇനി ഈക്വലൻസി കൊടുക്കുന്ന രസം അറിയാം നിങ്ങൾക്ക്, അത് വീരാണ്. ഈക്വലൻസി എങ്ങനെയാണ് കൊടുക്കുന്നത് അറിയാം. ഇപ്പോൾ നേരത്തെ ഇൻഡിവിജ്വലി ഓരോരുത്തരും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഈക്വലൻസി കൊടുക്കുന്ന ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവര് സെനറ്റ് കൂടണം. ഈ ഒരു റിക്വസ്റ്റ് വരും യൂണിവേഴ്സിറ്റിയിലേക്ക്, ഒരാൾ പിന്നെ ഇത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ സെനറ്റ് കൂടിയിട്ട് അവിടെ ഉണ്ടാവുന്ന എല്ലാവരും കൂടി അഭിപ്രായം പറയും. എന്താണെന്ന് വെച്ചാൽ ഇതിന് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ അവര് പിന്നെ കൂടി തീരുമാനിച്ചു. അല്ല അങ്ങനെയല്ല, അത് രസമുണ്ട്. ഇതേ ഒരു വിഷയത്തിൽ സോഷ്യോളജിയിൽ ഇന്ന് അക്കാഡമിക് ബോർഡിന്റെ മീറ്റിംഗ് കഴിയണം പറഞ്ഞല്ലോ, അതില് മീറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ തീരുമാനമാക്കുള്ളൂ എന്നുള്ളത്.
ഇത് ഈ സംഭവം എന്തൊരു ഈക്വലൻസി വേണമെന്നുണ്ടെങ്കിലും എന്തൊരു പിന്നെ എലിജിബിലിറ്റി വേണമെന്നുണ്ടെങ്കിലും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ ബോർഡ് മീറ്റിംഗ് കൂടിയാലേ നമുക്ക് തീരുമാനാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ആക്ച്വലി ഒരു സർക്കുലർ ഇറക്കി വെച്ചാൽ അതിന് അനുമതി കൊടുത്താൽ മതിയല്ലോ. ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എല്ലാ കോഴ്സുകൾക്കും ഇവിടെ അംഗീകാരമാണ് എന്നൊരു സർക്കുലർ ഉണ്ടായാൽ പിന്നെ തീരുമാനമായി. ഇവര് ഓരോ കോഴ്സ് കഴിയുമ്പോഴേക്കും ആ കോഴ്സിന് ഈക്വലന്റ് ആണോ, ആ കോഴ്സ് ഓരോരുത്തരും പോയി ചോദിക്കണം, ഓരോരുത്തരും പോയി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈക്വലന്റ് ആക്കും. അല്ല, കോഴ്സ് വൈസ് ആണ് ഈക്വലന്റ് ആക്കുന്ന, കോഴ്സ് വൈസ് ആണ്. പക്ഷെ അപ്ലൈ ഓരോരുത്തരും ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് കോഴ്സ് വൈസ് തന്നെ ഈക്വലന്റ് ആക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അവിടുന്ന് യൂണിവേഴ്സിറ്റി ഏതായാലും തട്ടിപ്പും വെട്ടിപ്പൊന്നും കാണിക്കില്ലല്ലോ, നമുക്കത് പറയാൻ പറ്റില്ല. ഈ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. അങ്ങനെ പാസ്സായ നിങ്ങൾ പറയുന്നത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇന്ന കോഴ്സുകൾ ഞങ്ങളുടെ ഇന്ന കോഴ്സുകൾക്ക് ഈക്വലന്റ് ആണ് എന്ന് നേരത്തെ പറയണമെന്നാണോ? നേരത്തെ പറയണം. അത് ഒരാൾ അപ്ലൈ ചെയ്ത് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് പിന്നെ എന്താണ് അവരെ ചർച്ച എല്ലാം കഴിഞ്ഞിട്ട് തീരുമാനിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതിന് കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ഒരാൾക്ക് കാലിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈക്വലൻസി എടുക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുന്ന കുറെ നൂലാമാലകൾക്കുള്ളിൽ കെട്ടുവണഞ്ഞ് കിടക്കുന്ന കുറെ മക്കള് നമ്മളെ ചുറ്റുഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അതില് ഇത് കേരളത്തിന്റെ അവസ്ഥയാണ്. പുറത്തുള്ള യൂണിവേഴ്സിറ്റി ഞാനൊരു ഈക്വലൻസ് എടുക്കാൻ പോയിട്ടുണ്ട്. രസമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് തമിഴ്നാട് പഠിച്ചതാ, ഡിഗ്രി അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പോയി ഡിഗ്രിക്ക് PGക്ക് ജോയിൻ ചെയ്യാൻ പോയി മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം, കുഴപ്പമില്ല. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് ഒന്ന് നോക്കിയിടണം, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യണോ? കുഴപ്പമില്ല, നിങ്ങൾ ഡയറക്റ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് പോയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു മുകളിൽ റൂമുണ്ട്, അവിടെ പോയി നോക്കിക്കോളും. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് റൂമിൽ പോയി. അതിലൊരു സ്റ്റാഫ് വന്നിട്ട് അവിടെ കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കുന്നു. ഇവൾ കഴിഞ്ഞ കോഴ്സ് ഏത് നോക്കുന്നു. 2 കോഴ്സിലും സൈക്കോളജിയാണ്. 2 കോഴ്സിലും എത്ര ശതമാനം സൈക്കോളജി ഉണ്ട് നോക്കി. ഫസ്റ്റ് ഇയർ എത്രയുണ്ട്, സെക്കൻഡ് ഇയർ എത്ര. ഇവിടെ ഇവരുടെ കോഴ്സിൽ 50% മുകളിൽ ഒരു പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 50% മുകളിൽ സൈക്കോളജി റിലേറ്റ് ചെയ്ത് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ സ്പോട്ടിന് ഞാൻ രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തന്നു. അതൊന്ന് നോക്കിയതേ ഉള്ളൂ. അത് നോക്കിയിട്ട് ഓക്കെ ആണോ നോക്കിയിട്ട് തന്നു. പിറ്റേ ദിവസം പോയിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തു. ഈ ചെറിയൊരു പണി ഇതിനകത്തുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് പോകേണ്ട പോലും ആവശ്യം എന്തിനാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പോയിട്ട് റിക്വസ്റ്റ് ഒക്കെ ചെയ്തെടുത്തു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കർണാടകയിലേക്ക് തമിഴ്നാട് എന്നുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ വരുന്നു എന്നുള്ളത് ഓക്കെ. സ്റ്റേറ്റ് മാറുമ്പോൾ ഉണ്ടാവുന്ന ടെറിട്ടറി പ്രശ്നങ്ങൾ എന്നാലും കുഴപ്പമില്ല. നമ്മൾ പോയിട്ട് വലിയ റിസ്ക് അതിന്റെ പിന്നിലില്ല. പക്ഷെ കേരളത്തിലാണെങ്കിലോ, കേരളത്തിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം എത്ര ദിവസം കൊണ്ട് കിട്ടും? എവിടെ? കേരളത്തിൽ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴാണ് അതിന്റെ മെയിൽ തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ടേക്ക് അയച്ചിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിക്വസ്റ്റ് കഴിഞ്ഞ് അവർ പറഞ്ഞു മീറ്റിംഗ് കൂടിയിട്ടാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അടുത്ത ആഴ്ച വരൂ എന്ന് പറയും. ഇങ്ങനെ നീണ്ടു പോയിട്ട് ഞങ്ങളൊരു പിന്നെ ഈക്വലൻസിക്ക് കൊടുത്തിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ BA ജനറൽ എന്ന് പറയുന്ന സൈക്കോളജി സ്പെഷ്യൽ പേപ്പർ ഉണ്ട്. അതിന് BAG, അതിൽ സൈക്കോളജി ഓരോ സ്പെഷ്യലൈസേഷൻ ആണ്. ഈ കോഴ്സിന് അപ്ലൈ ഇത് കഴിഞ്ഞിട്ട് PGയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കിടയിൽ ഭയങ്കര പ്രയാസം വന്നു. പറ്റൂല, ഇതാകൂല. നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങി ഇത് എടുക്കണമല്ലോ നമുക്ക്. അങ്ങനെ നമ്മളെ കഴിഞ്ഞൊരു കൂട്ടുകാരിയുടെ പിന്നെ എടുക്കാൻ വേണ്ടി പോയി. ഇതേ രീതിയിൽ എടുക്കാൻ പോയ സമയത്ത് അവസാനം കിട്ടിട്ടോ, നമുക്ക് കിട്ടി, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടി. ഹയർ സ്റ്റഡീസിന് പോകാം, പ്രശ്നമില്ല. പക്ഷെ എത്ര നാൾ, 2 മാസം 3 മാസമാണ് അതിനു വേണ്ടി സമയം എടുത്തത്. ഇത് മുടങ്ങിപ്പോയ പഠനം തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 3 മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ അപ്പൊ പഠിച്ചാൽ മതി. നേരെ മറിച്ചിട്ട് ഇത് റെഗുലർ ആയിട്ട് 10ഉം 12ഉം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അയാൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് കോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ 1 ഇയർ ബാക്ക് ആയി. പക്ഷെ ഈ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി കേരള ഗസറ്റിന്റെ കേരള അസംബ്ലിയോ തീരുമാനിച്ച് നിയമം ഉണ്ടാക്കി, ആക്ട് ഉണ്ടാക്കി, പാസ്സാക്കി, രൂപീകരിച്ച കേരളത്തിന്റെ സ്വന്തം യൂണിവേഴ്സിറ്റിയാണ്. അത് കേരള എന്ന് പേരുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴാണ് ഈ പറയുന്ന പ്രൊസീജിയർ. അവിടെ മാത്രമല്ല, ഇനിയിപ്പോ ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ വിഷയം ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് അവിടെ പുതിയ കോഴ്സ് ആദ്യത്തെ ബാച്ചാണോ ഇപ്പൊ ഇറങ്ങുന്നത്? ഫസ്റ്റ് ബാച്ചാണ്. മാർക്കറ്റ് ലെവലിലേക്ക് ഫസ്റ്റ് ബാച്ചാണ് ഇറങ്ങുന്നത്. ഇനി ഇവരെല്ലാരും പോരാട്ടത്തിന് പോയിട്ട് ജയിച്ചു വരണം.
ഇതാണ് അപ്പൊ ആ സംഭവിക്കുന്നത്. പോരാട്ടത്തിന് നമുക്ക് എല്ലാവിധ ഐക്യദാർഢ്യം അറിയിക്കും. അല്ല, നമ്മൾ പറയുന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ പോരാട്ടത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്? അവർക്ക് ഓൾറെഡി പ്രഖ്യാപിച്ച പോരെ. ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ആ പ്രഖ്യാപനം വരും. നമുക്ക് പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്.